നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് UDF BJP ഡീൽ നടന്നെന്ന് KB ഗണേഷ് കുമാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ച പല വാർഡുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ രണ്ടക്കം കടന്നില്ല. പ്രചാരണ രംഗത്ത് പോലും NDA സജീവമല്ലായിരുന്നുവെന്നും കണക്കുകളിൽ നിന്ന് ഡീൽ വ്യക്തമെന്നും ഗണേഷ് കുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, എന്തൊക്കെയാണ് ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നത്? അതായത് ഇതിൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് UDF BJP ഡീൽ നടന്നത് LDF നടന്നു എന്നാണ് ഗണേഷ് കുമാറിൻ്റെ ആരോപണം. അതായത് പത്തനാപുരത്ത് NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 7031 മാത്രം. 2016 11,700 2021 12,398 വോട്ട് ലഭിച്ച സ്ഥാനത്താണ് ഈ കുറവ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മാത്രം മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചത് 23,000 വോട്ട് ഈ പത്തനാപുരത്ത് BJPക്ക് ലഭിച്ചിരുന്നു. അതാണ് ഇക്കുറി അത് അവർ മൂന്നാം സ്ഥാനത്തേക്ക് വീണ്ടും പഴയ പോലെ തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് പോയതും ഇങ്ങനെ ആ വോട്ടുകൾ മുഴുവനും മറിഞ്ഞ് അത് ഈ UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് പോയി എന്നുള്ളതാണ് മറ്റൊരു കണക്ക്. അതിൽ വേറൊരു വ്യക്തമായ ഒരു പഞ്ചായത്തിൻ്റെ ഒരു കണക്ക് കൂടി പറയുന്നുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥി ദീപ്തി സുരേഷിന് കിട്ടിയ വോട്ട് 420. അതേപടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി ഗണേഷ് കുമാറിന് കിട്ടിയത് 415. BJPയുടെ ശ്രീജ കൃഷ്ണന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് 360. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി കിട്ടിയത് 63. കോൺഗ്രസ് സ്ഥാനാർത്ഥി ലക്ഷ്മിക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് 77 വോട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാമക്കാലയ്ക്ക് കിട്ടിയത് 346 വോട്ട്. ഇങ്ങനെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നോക്കിയപ്പോലും ഇതിൻ്റെ ഇപ്പോഴത്തെ 2026 ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും വ്യാപകമായി വോട്ടുകൾ BJPയുടെ വോട്ട് ചോർന്നിരിക്കുന്നു. ആ വോട്ടുകൾ മുഴുവനും പോയിരിക്കുന്നത് ചാമക്കാലയ്ക്കാണ്. ഇതാണ് ഈ ഡിഫറൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ മറ്റുള്ള സ്ഥലങ്ങളിൽ മറ്റു മണ്ഡലങ്ങളിൽ വലിയ ഇപ്പോൾ കുണ്ടറയിൽ തന്നെ 32,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത്. അവിടെയും BJP വോട്ട് മറിഞ്ഞിട്ടുണ്ട്. എന്നാലും അവിടെ മറ്റു പല ഘടകങ്ങൾ കാരണമാണ് അത്രയും വലിയ ലീഡ് വന്നത്. അങ്ങനെ ഒരു ലീഡ് അല്ലെങ്കിൽ അതുപോലൊരു തരംഗമോ അല്ലെങ്കിൽ അതുപോലെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഈ ഭിന്നാഭിപ്രായത്തിലുള്ള വോട്ടുകളോ അല്ല ഈ പത്തനാപുരത്ത് സംഭവിച്ചത്. ഈ പുനലൂരിൽ ഏതാണ്ട് 25,000-ഓളം വോട്ടിൻ്റെ ലീഡാണ് അവിടുത്തെ LDF സ്ഥാനാർത്ഥി കിട്ടിയത്. കഴിഞ്ഞ തവണ അത് 34,000 ആയിരുന്നു. അവിടെയും പുനലൂരും ശക്തമായി രാഷ്ട്രീയ മണ്ഡലമായി തന്നെ അത് നിലകൊള്ളുകയും ചെയ്തു. തൊട്ടടുത്ത് കിടക്കുന്ന ആ പത്തനാപുരത്തിനാണ് ഈ അവസ്ഥ ഉണ്ടായത്. അവിടെയാണ് വ്യാപകമായി BJPയുടെ വോട്ട് മറിഞ്ഞിട്ടുള്ളത്. അത് ഡീലിൻ്റെ ഭാഗമാണെന്ന് KB ഗണേഷ് കുമാർ ആരോപിക്കുന്നത്. സമി, പത്തനാപുരത്ത് BJP UDF ഡീൽ നടന്നുവെന്നാണ് LDF സ്ഥാനാർത്ഥിയായ KB ഗണേഷ് കുമാർ പറഞ്ഞത്. രാജ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.